എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫെയിൻറ്റിങ് സീനിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. അവന് വലുതായപ്പോഴും അവൻ്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കാതെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ബോയ് ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. കാരണം അവനൊരു ജലസ് ഫീൽ ആവാറുണ്ട്. അപ്പോൾ ആ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവൻ ഫുട്ബോൾ കളിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൻ്റെ ഹാർട്ട് ഡിസീസ് പോലും അവൻ നോക്കാതെ അവൻ ഗെയിം കളിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് സമയമായപ്പോൾ അവൻ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നുണ്ട്. അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. ആ സമയത്ത് അവൻ ഫെയിൻ്റായിട്ട് വീഴുന്നുണ്ട്. ഇവൻ അവിടെ ഓടിച്ചെല്ലുകയും അവിടുത്തെ സ്കൂൾ നഴ്സിംഗ് ഹോമിൽ അവനെ ചേർക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് കാണിക്കുന്നത് കുട്ടിക്കാലത്ത് അവൻ എപ്പോഴും അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് അവൻ്റെ അച്ഛൻ എപ്പോഴും അവൻ്റെ കൂടെ നിൽക്കുന്ന ആ നിമിഷത്തെക്കുറിച്ചൊക്കെ അവൻ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് അവൻ പതുക്കെ കണ്ണ് തുറക്കുകയാണ്. അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ബോയ് ഫ്രണ്ടും അവിടെ അടുത്തുണ്ടായിരുന്നു. അവർക്കിടയിലുള്ള ആ റിലേഷൻഷിപ്പൊക്കെ സ്ട്രോങ് ആയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിപ്പോൾ ജസ്റ്റ് ഒരു ജൂനിയർ സീനിയർ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും അവൻ്റെ കെയറിങ്ങൊക്കെ കാണുമ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു ഇഷ്ടം കൂടിക്കൂടി വരാണ്. ഇവൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ ഉള്ളിൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു അട്രാക്ഷനും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഇവർക്കിടയിലുള്ള ഒരു അടുപ്പം കൂടി വരികയും ഇവന് നല്ല രീതിയിൽ അവൻ്റെ ബോയ് ഫ്രണ്ട് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവന് പ്രോട്ടീൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഇവൻ്റെ ഹെൽത്തൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ആ കെയറിങ് ഒക്കെ ഇവൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അസുഖമുള്ളതുകൊണ്ട് തന്നെ പുറമെ അവൻ എപ്പോഴും ഹാർഷായിട്ടാണ് ഇവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്